ഞാൻ രാമായണ പാരായണമാണ്. പിന്നെ ഇത് കിഷ്കിന്ധാകാണ്ഡത്തിനുള്ളൊരു ഭാഗമാണ്. ഇത് ഹനുമൽ സുഗ്രീവ സംവാദം ഏതാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത്. രാമ 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 രാമ. ഇങ്ങനെ വാഴുന്ന കാലമൊരുദിന് മങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു, പവനജനഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം കേൾക്ക കവീന്ദ്ര, നിനക്കൂഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം. നിന്നുടെ കാര്യം വരുത്തി രഘൂത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിച്ചീലതേതുമേ എന്നുടെ മനസ്സേ തോന്നുന്നിതന്നഹോ. വാലി മഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോകസമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ. മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു, രാജ്യാഭിഷേകവും ചെയ്തു മഹാജനം. പൂജ്യനായി താരയുമായിരുന്നിടുന്ന നീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്രത്തിലുണ്ടോ തോന്നുന്നു ധരിക്ക നീ. ആദ്യവാ ശേവാ പരശേതവാ തവ മൃത്യു ഭവിക്കുമതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോട് മുർവീശ്വരൻ പരിതാപേന വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞു സമയവും വന്നതു നീയോ ധരിച്ചതില്ലേതുമേ. വാനരഭാവേന മാനിനി സക്തനായി പാനവും ചെയ്തു മതിമറന്നന്നകം. രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നിങ്ങനെ അഗ്രജനായ ചക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം. അജ്ഞനാനന്ദൻ തന്നെ വാക്കു കേട്ട അജ്ഞസ ഭീതനായോരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ, സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം മമാത്യനുണ്ടെങ്കിലോ ഇല്ലല്ലോ. തത്വരമെന്നുടെ യാജ്ഞയോടും ഭവാൻ പത്തുദിക്കിലേക്കു മയച്ചീരണം. സപ്തദീപസ്ഥിത നാരായ വാനര സത്വമന്മാരെ വരുത്തുവാനായി ഭൂദ്രുതം. നേരെ 10,000 കവി വീരരെ പാരാതയക്ക സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരേണം കവികുലം. പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വദ്യന അവനതില്ലൊരു സംശയം. സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ. അജ്ഞനാ പുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുളാ മന്ദിരം ബുക്കിരുന്നീടിനാൻ. ഭർതൃ നിയോഗം പുരസ്കൃത്യ മാരുത പുത്രനും വാനരസത്തന്മാരെയും 10 ദിക്കിലുന്നു അയച്ചാനഭീമത. ദത്തപൂർവം കവീന്ദ്രന്മാരു വന്നേരം വായുവേഗേ പ്രചാരേണ കവികുലം നായകന്മാരെയും വരുത്തുവാനായി മുതാ പോയതു ദാനമാനാദി ആത്മനാമായ മനുഷ്യകാര്യാർത്ഥമതിദ്രുതം. ശ്രീരാമന്റെ വിരഹതാപം. രാമനും പർവ്വതമൂർധിനി ദുഃഖിച്ചു വാമിനിയോടും തിരിഞ്ഞു വാഴും വിധോ. താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൾ, പാപമയ്യോ മമ കാൺക കുമാരാ നീ. ജാനകീദേവി മരിച്ചിതോ കുത്രജിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ. നിശ്ചയിച്ചതു മറിഞ്ഞതുമില്ലല്ലോ. കശ്ചിൽ പുരുഷനോടു സംവേദനായി ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിടുകിൽ. കേവലമെത്രയും ഇഷ്ടനവൻ മമായി
എങ്ങാനുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇങ്ങു ബലാൽ കൊണ്ടുപോരുവാൻ നിർണയം. ജാനകി ദേവിയെ കട്ടകള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവാൻ വംശവും കൂടെ ഒടുക്കുന്നതുണ്ട്. ഉണ്ടോരു സംശയമേതും ഇതിനില്ല നിർണയം. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാനിനി കാണുന്നുവല്ലവേ. ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായതു. ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദമന്ദം തലോടിത്തതാ വന്നു തടവീടുകെന്നെയും സാദരം. നിന്നുടെ ഗോത്രജയല്ലോ ജനകജ സുഗ്രീവനും ദയാഹീനനത്രേ തുലോം ദുഃഖിതനാം എന്നെയും മറന്നാനല്ലോ. നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടും കൂടെ ദിവാനിശം. മദ്യപാനാസക്ത ചിത്തനാം കാമുകൻ വ്യർത്ഥം കൃതജ്ഞ അത്രേ സുമിത്രാത്മജ. വന്നു ശരൽക്കാലമെന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞവണ്ണം സഖേ. അന്വേഷണം ചെയ്തു വാസവും എന്നോടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവനവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്ക നീ. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവാൻ അഗ്രജമാർഗം ഗമിക്കേണമിന്നിനി സുഗ്രീവനു മതിയിനില്ലൊരു സംശയം. ഇത്തമരുൾ ചെയ്തു രാഘവനോടിതി ക്രുദ്ധനായോരു സൗമിത്രി ചൊല്ലിയിടിനാൻ. വധ്യനായോരു സുഗ്രീവനെ സത്വരം ഹത്വാ വിടകൊൾവനദ്യ തവാന്തികം അജ്ഞാപയാശു മാമെന്നു പറഞ്ഞിതു. പ്രാജ്ഞനായോരു സ്വാമി സുമിത്രാതനയനും ആദായ ചാപ തുണീരഗങ്ങളും ക്രോധേന ഗന്ധു മൽഭ്യുദ്രുതം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും. ഉണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു ഹന്യവനല്ല സുഗ്രീവൻ മമ സഖി. ഇന്ദു ഭയപ്പെടുത്തിയിടു എന്നേ വരൂ ബാലിയെ പോലെ നിനക്കും വിരവോടു കാലപുരത്തിനു പോകാമറിക നീത്തമവനോടു ചെന്നു ചൊന്നാലതി. ഉത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന അനുരൂപമാം ആകൃതമോർത്തു കർത്തവ്യമനന്തരം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ ഇന്ന് ഇത്രയേ വായിക്കുന്നുള്ളൂ. നാളെ വായിക്കാം. നാളെ ഒരു ഇതായിട്ട് വായിക്കാം.